വരന്തരപ്പള്ളി പഞ്ചായത്ത് ഇഞ്ചക്കുണ്ട് മുനിയാട്ടുകുന്നിലെ വിനയന്റെ കൃഷിയിടത്തിലെ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വൈവിധ്യം അത്ഭുതപ്പെടുത്തുന്നതാണ്. മലയോരത്തെ കൃഷിയിടത്തിൽ തട്ടുകളായി വളരുന്ന വിളകളിൽ കഠിനാധ്വാനത്തിന്റെ കയ്യൊപ്പ് കാണാം. 15 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം 2019 നാട്ടിൽ തിരിച്ചെത്തിയ ടി.പി. വിനയൻ മുനിയാട്ടുകുന്നിലെ 14 ഏക്കറോളം സ്ഥലത്താണ് ജൈവ കൃഷി നടത്തുന്നത്. കൂടാതെ 20 ഏക്കർ പാട്ടഭൂമിയിലും ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നു. വിദേശിയടക്കം 400-ലധികം പഴവർഗ്ഗങ്ങൾ ഈ കൃഷിയിടത്തെ ഫലസമൃദ്ധമാക്കുന്നു. വൈവിധ്യമാർന്ന 1000 ഇനം പഴവർഗ്ഗങ്ങൾ കൃഷിയിടത്തിൽ എത്തിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് വിനയൻ പറഞ്ഞു. ഒരു ചക്കയിൽ നിന്ന് 5000 രൂപയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് വിനയൻ പറയുമ്പോൾ നാം അത്ഭുതപ്പെടും. ചക്ക വരിക്കയായാലും പഴഞ്ചക്കയായാലും പഴുത്തതായാലും പച്ചയായാലും മൂത്തതായാലും മൂക്കാത്തതായാലും ഉൽപ്പന്നങ്ങൾ ഏറെ ഉണ്ടാക്കാം. ചക്കയുടെ ചുളയും കുരുവും ചകിണിയും മുള്ളും മടലും എന്തിനധികം മെളിഞ്ഞിൽ പോലും വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അനുയോജ്യമാണ്. ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള മിക്സ്ചർ, പൾപ്പ്, ജാം, കാപ്പി, ചക്കക്കുരു കൊണ്ടുള്ള അവലൂസ് പൊടി, ചമ്മന്തിപ്പൊടി, ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള അച്ചാർ, ന്യൂട്രിമിക്സ് എന്നിങ്ങനെ ഇനങ്ങളുടെ നിര നീളുന്നു. നാട്ടിലെത്തി കൃഷിയിലേക്ക് ഇറങ്ങും മുൻപ് ഒരു വർഷം മുഴുവൻ കൃഷിയെക്കുറിച്ച് പഠിച്ചു. സംസ്ഥാനത്തെ വിവിധ കർഷകരെ കണ്ട് അവരുടെ കൃഷിയിടങ്ങൾ നേരിൽ സന്ദർശിച്ച് പരിശീലനം നടത്തി. സെമിനാറുകളിലും ക്ലാസുകളിലും നിരന്തരം പങ്കെടുത്ത ശേഷമാണ് വിനയനും ഭാര്യ വിജിതയും കൃഷിയിലേക്ക് ഇറങ്ങിയത്. നഷ്ടത്തിന്റെ കഥകളാണ് അധികവും കേട്ടത്. എങ്കിലും അതിനുള്ള പരിഹാരം കണ്ടെത്തുക എന്നതായിരുന്നു വിനയന്റെ ലക്ഷ്യം. പാരമ്പര്യ കർഷകനല്ലെങ്കിലും ലക്ഷ്യബോധവും കഠിനാധ്വാനവും പുത്തൻ ആശയങ്ങളും സമന്വയിപ്പിച്ച് വിനയൻ തന്റെ പരിശ്രമം വിജയത്തിൽ എത്തിക്കുകയായിരുന്നു. പക്ഷെ ഞാനത് മനസ്സിലാക്കി, അവരുടെ നഷ്ടങ്ങൾ എന്താണെന്നും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ അതിലേക്ക് ഇറങ്ങി. അതെനിക്ക് 100% വിജയം തന്നെ പറയാം. അതിപ്പിന്ന് നമ്മളുടെ 2024 മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ അവാർഡിന് അർഹനായി. അത് മാർച്ച് 9 ആലപ്പുഴ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പലരും ഇവിടെ സ്കൂൾ കുട്ടികൾ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്റ്റഡി ടൂറിന് വന്നായിരുന്നു കുട്ടികൾ. അവർക്കും പറയാനുണ്ടായത് നമുക്കൊരു 10 തോട്ടത്തിൽ പോയ കിട്ടുന്ന എക്സ്പീരിയൻസ് അതിൽ കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നമ്മൾ ഓരോ കാര്യങ്ങളും ഞാനും വൈഫും അതേപോലെ എൻ്റെ കുട്ടികളും കൃത്യമായിട്ട് ഇതിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കൊണ്ട് കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ നമ്മളുടെ വിഷരഹിതമായ പഴപ്പച്ചക്കറികൾ അത് വാങ്ങാൻ ഒത്തിരി പേര് ഉണ്ട്. കൂടുതലും നമ്മളുടെ ഇന്ന് വാങ്ങുന്ന ഡോക്ടേഴ്സാണ്. അവർ സ്ഥിരമായിട്ട് അവരിങ്ങനെയും കൂടി പറയും, ഇന്ന് ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല, ഇവിടുത്തെ എന്താണ് വിളവെടുക്കുന്നത് അത് മതിയെന്ന്. കാരണം അതെല്ലാം വിഷരഹിതമാണ്. അത് നമുക്ക് കൊടുക്കുന്നതിലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇനിയിപ്പോൾ പഠിക്കാനായിട്ട് ഈ MG യൂണിവേഴ്സിറ്റി കോട്ടയത്ത് എനിക്കും വൈഫിനും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച്. അപ്പോൾ അതും നല്ലൊരു അവസരമായി. ഈ പറയുന്ന അവാർഡ് എന്ന് പറഞ്ഞ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ കൂടുതൽ പഠിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തി കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു തീരുമാനം. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കാർഷിക വിദ്യാർത്ഥികൾക്കടക്കം ഈ കൃഷിയിടം പാഠഭേദമാണ്. അർഹതയ്ക്കുള്ള അംഗീകാരമായി മികച്ച ജൈവ കർഷകനുള്ള അക്ഷയശ്രീ ജില്ലാതല പുരസ്കാരം വിനയനെ തേടിയെത്തി. ഈ മാസം 9 എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഏറ്റുവാങ്ങും. ആട്, കരിങ്കോഴി, പശു എന്നിവയും മത്സ്യകൃഷിയും വിനയന്റെ കൃഷിയിടത്തിൽ കാണാൻ കഴിയും. മക്കളായ പ്രജ്വൽ, പ്രജിപ്പ എന്നിവരും അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൃഷിയെ നെഞ്ചോട് ചേർക്കുന്നു. വിഷരഹിത പച്ചക്കറി എന്ന ആശയത്തോടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ പേരെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുകയും വിപണിയെ അറിഞ്ഞ് കൃഷി ലാഭകരമാക്കുകയും അങ്ങനെ പുതുതലമുറയുടെ കാർഷിക പ്രതിനിധിയാവുകയുമാണ് ഈ യുവ കർഷകൻ. ലക്ഷ്യബോധവും കഠിനാധ്വാനവും കൈമുതലാക്കി വിനയൻ എന്ന കർഷകൻ തന്റെ കൃഷിയിടത്തിൽ വിളയിച്ചെടുക്കുന്നത് വിസ്മയങ്ങളുടെ 100 മേനിയാണ്.
നീണ്ട കാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി കൃഷിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു മുന്നിൽ. എന്നാൽ ഇന്ന് നല്ലത് മാത്രം കഴിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ഒരു തലമുറയെ പ്രാപ്തരാക്കുകയാണ് തൻ്റെ കൃഷിയിടത്തിലൂടെ ഈ കർഷകൻ. അല്ലെങ്കിൽ കർഷകർക്ക് പാഠഭേദമാകുകയാണ് വിനയൻ എന്ന ഈ കർഷകൻ. അതിന് അംഗീകാരമായി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.